മലപ്പുറത്തെ കവളപ്പാറയാണ്. അവിടെ ഉരുൾപൊട്ടി 30 വീടുകൾ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. നിലയ്ക്കാത്ത കൊടുമഴയിൽ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തേക്ക് മലയിടിഞ്ഞു വീഴുകയായിരുന്നു. നേരിട്ട് പോയ സമയത്ത് വളരെ അതിദാരുണമായ സംഭവങ്ങളാണ് നമുക്ക് കവളപ്പാറയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. 30 വീടുകൾ, അതിൽ 50 ആളുകൾ. കവളപ്പാറയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച 46 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെത്തി. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇനി 13 പേരെ ആളുകൾ എല്ലാം തന്നെ അവരുടെ ബന്ധുവീടുകളിൽ എത്തിയിട്ടില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിട്ടില്ല. കേരളീയർ മറക്കാൻ പാടില്ലാത്ത മഹാപ്രളയം വിതച്ച മലയോര പ്രദേശമാണ് കവളപ്പാറ. നാടിനെ നടുക്കിയ 40ഓളം വീടുകളെ പൂർണ്ണമായി തകർത്ത 60ഓളം മനുഷ്യരെ മണ്ണിനടിയിലാക്കിയ കവളപ്പാറയിലെ ഉരുൾപൊട്ടലിൽ നിന്ന് കൈക്കുഞ്ഞുങ്ങളടക്കം 50ഓളം പേരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്ന് കുതിച്ചെത്തിയ മലവെള്ളം 2 ദിശകളിലേക്കായി ഒഴുകുകയായിരുന്നു. ചരിത്രത്തിലാദ്യമായി കവളപ്പാറയിൽ പ്രകൃതി ഇത്രയധികം ശോഭിച്ചപ്പോൾ തകർന്നടിഞ്ഞത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്, ജീവിതമാണ്. ആ ദിവസത്തിനു ശേഷം കവളപ്പാറ മരണ താഴ്വരയാവുകയായിരുന്നു. പൊട്ടിക്കഴിഞ്ഞ് നേരം വെളുത്തപ്പോഴാണ് ഇത് സംഭവം തിരിച്ചുണ്ടായത്. ഒരു ആദിവാസിൻ്റെ അമ്മി അവൻ്റെ പെണ്ണുങ്ങൾ 2 കുട്ടികൾ ടാപ്പിന് പോവുക. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അങ്ങനെ അപ്പുറത്താണ്. ഇവൻ എന്താ വെച്ചാൽ 2 കുഴി വെള്ളം മേലെ കാട്ടുപൊട്ടി, ഉരുൾപൊട്ടി പകൽ ഒരു 12 മണിയാകുമ്പോൾ പൊട്ടുപൊട്ടിയിട്ട് ഒരുപാട് നല്ല വെള്ളം ഇവിടെ. പിന്നെ വൈകുന്നേരം 3-4 മണിയാകുമ്പോൾ ഒരു വെള്ളപ്പൊക്കം ഇല്ലായി. അതൊക്കെ അങ്ങനെ ഇപ്പം എന്താ വെച്ചാൽ വീട്ടിൽ മഴമേനെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളും മുന്നോട്ട് പോകുന്നുണ്ട്. ആ മലേൻ്റെ സൈഡിലൊരു പാറ, അവിടെ പൊട്ടുന്നില്ല എത്തുന്ന ആൾക്കാർക്ക്. അവിടെ പമ്പ് ഉറവി അതിലിപ്പോൾ പോയി കാണാൻ അപ്പുറം ലേസത്ത് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പൊട്ടുന്നില്ല ധാരണ എന്തൊക്കെയാണ് അങ്ങപ്പതിൽ ആൾക്കാർക്ക് മാറ്റി. അങ്ങനെ മാറ്റിയിട്ട് ഇവർ ഈ ചെങ്ങ എന്തൊക്കെയാണ് ഈ ആദിവാസിക്കാരൻ അവൻ ഗോപിയ അവൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ആൾക്കാർ മാറിനപ്പോൾ പറഞ്ഞു ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ നിൽക്കാൻ അങ്ങനെ അവർ പോയിപ്പോൾ അവനോട് മാറി മാറി. എന്നിട്ട് ഇപ്പം ഈ ആൾക്കാരൊപ്പം കൂടി മാറുന്ന ആൾക്കാരൊപ്പം കൂടി എന്നെ ചേർക്കണമുണ്ടായിരുന്നു. അങ്ങനെ അവർ വീടേക്ക് വന്ന് വീടേക്ക് വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറി. എൻ്റെ വീട്ടിൽ കയറിയാണ് അവൻ കഴിച്ചാലാണ് അവൻ പോയത്. 60ഓളം പേരെ മരണം കൊണ്ടുപോയി. എന്നാൽ ഇനിയും 13ഓളം ആളുകളെ കിട്ടാനുമുണ്ട്. ഒരുപക്ഷെ കവളപ്പാറയുടെ മണ്ണിൽ ഇന്നും അവർ ഉറങ്ങുന്നുണ്ട് എന്ന് പറയാം. ഏകദേശം 10-11 അടി വിസ്തൃതിയിലേക്ക് മണ്ണും മഴവെള്ളവും കല്ലുമെല്ലാം ഒലിച്ചിറങ്ങി ഒരു നാടിനെ തന്നെ തുടച്ചു നീക്കുകയായിരുന്നു. ഒരു 8 മണിയാകുമ്പോഴാണ് നമ്മളെ ഈ ഭാഗം ഇടിയുന്നത്. ഈ കവളപ്പാറ അറിഞ്ഞ ഭാഗം നമ്മളുടെ ഇടിയുന്നത്. ആ സമയത്ത് അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് പറയണേ അവിടെ ഭയങ്കര ഇടിഞ്ഞിട്ടുണ്ട്. എവിടുന്ന മരങ്ങൾ വന്നതോ മണ്ണ് വന്നതോ എന്താണെന്നൊന്നും അറിയില്ല. മൊത്തത്തിൽ ഇടിഞ്ഞിട്ട് വഴി ഫുള്ള് ബ്ലോക്കാണ്. അതായത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അത്രയും ഭീകരാന്തരീക്ഷമായിരുന്നു അവിടെ. കാരണം ഇരുട്ടാണെങ്കിലും മഴയാണെങ്കിലും ഭയങ്കര ഇരുട്ടും ഭയങ്കര മഴയാണ്. ചെറിയ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പോയിട്ട് ഞങ്ങൾ എങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു ടോർച്ചും ഉണ്ട്. എത്ര അടിച്ചു നോക്കുമ്പോൾ ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 15 മീറ്റർ അപ്പുറത്തേക്കല്ലാതെ നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. അതോടുകൂടി ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോഴും ഞങ്ങൾക്ക് അറിയുന്നില്ല ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരിക്കലും ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ അതായത് 6:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സൈറ്റിലെത്തുന്നത്. സമയത്ത് എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നതെന്ന് അറിയുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആദ്യം പോയിട്ട് ഞങ്ങളെ റോഡ്
റോഡ് മാർഗം ക്ലിയർ ആക്കാനാണ് ഞങ്ങൾ ഫസ്റ്റ് ശ്രമിച്ചത്. ഈ ഭാഗങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഈ തോടിൻ്റെ ഭാഗം ഒരിക്കലും നമുക്ക് ഇറങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ അവിടെ ചവിട്ടാനോ പറ്റില്ല. മരങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേ നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ചവിട്ടുന്ന ഭാഗങ്ങൾ ഫുള്ള് നമുക്ക് താന്നു പോവുകയാണ്. ഒരിക്കലും അപ്പുറത്തെ ഒരു തുരുത്ത് ഭാഗത്തേക്ക് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. ആ തുരുത്തിൽ ഭാഗത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ 33 വീട്ടുകാരുണ്ടായിരുന്നു. അവരൊരിക്കലും ഇക്കരയ്ക്ക് കയറ്റൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്യമാണ്, മൊത്തത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഐക്യം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ ആൾക്കാരും മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രവർത്തനമായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇത്രയും പെട്ടെന്നാകാൻ കാരണം. വെറും 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിരുന്നു. പക്ഷേ ആ 2 മിനിറ്റ് കൊണ്ടുപോയത് കവളപ്പാറ എന്ന പ്രദേശത്തിന്റെ പടുത്തുയർത്തലിനെയും ജീവിത നേട്ടത്തെയുമായിരുന്നു. മരണത്തെ നേരിൽ കണ്ടവർ, ഉറ്റവർ നഷ്ടപ്പെട്ടവർ, കൺമുന്നിൽ മരണം നടക്കുമ്പോൾ രക്ഷിക്കാൻ പറ്റാതെ നോക്കി നിന്നവർ. അങ്ങനെ ഇവനെ രാത്രിയിലൂടെ വന്നു. രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം. പിന്നെ അപ്പം പറഞ്ഞ് ഇങ്ങനെ മണ്ണ് വന്ന് കിടക്കുന്നു, മണ്ണ് വന്നിട്ടുണ്ട്. ആ പേരെയൊക്കെ മൂടിപ്പോയിക്കണമെന്ന് തോന്നുന്നു. 2 പേരെയും ഇവൻ്റെ പേരെയും പോയി, മൈമൻ്റെ പേരെയും പിന്നെ മണ്ണ് കയറി മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയൊക്കെ അപ്പോൾ ഭാര്യയൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നെന്ന് ഇവൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവൻ ആ നനഞ്ഞ് കുളിച്ചിരിക്കുക. അങ്ങനെ ഇവനും ഒരു മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് കൊടുത്ത് ഇവിടെ ഇരുന്ന് ഞങ്ങൾ കട്ടിലിൽ. അതിൽ കുറേ കഴിഞ്ഞ് വെമ്പെന്ന് അറിഞ്ഞില്ലല്ലോ, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ നേരം വെളുക്കോളം ഈ കട്ടിലേലിരുന്നു. വെള്ളം ടോർച്ചൊക്കെ അടിച്ചു നോക്കി, വെള്ളം ഉണ്ടോ ഇല്ലോ എന്നൊക്കെ അടിച്ചു നോക്കി അങ്ങനെ ഇരുന്നു. നേരം ഏകദേശം വെളുത്തു. നേരം വെളുത്ത് നോക്കുമ്പോഴാണ് പിന്നെ ഇവൻ്റെ ഭാര്യയും മൈമേൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പോയി. എൻ്റെ അമ്മയും ബാക്കിയുള്ള ഭാര്യയും എൻ്റെ പിന്നെ 10ാം ക്ലാസ്സിൽ ജയിക്കുക എന്നുള്ളത് പരീക്ഷ എഴുതി നിൽക്കുകയായിരുന്നു. എൻ്റെ ചെറുക്കന് 7ാം ക്ലാസ്സിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് 2 അടി ചെന്നപ്പോഴത്തേക്ക് ഒറ്റ വരവാണ്. ഒരു കല്ല് വന്നിട്ട് ഒരൊറ്റ അടിയാണ്. ഒരു നില കെട്ടിടം, അതും ഈ വീടിൻ്റെ മുകളിൽ. പത്തോ 20 അടി താഴ്ചയിൽ മണ്ണുമാന്തി യന്ത്രം വെച്ച് മരണപ്പെട്ടവരെ കോരിയെടുക്കുമ്പോൾ കവളപ്പാറക്കാർ വീങ്ങുകയായിരുന്നു. അത്ര ഭീകരമാണ്, അത്രമേൽ വേദന നിറഞ്ഞതാണ് ഇന്ന് കവളപ്പാറ. ഉറ്റവർ നഷ്ടപ്പെട്ടവരെ കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബാക്കിയുള്ള കവളപ്പാറ നിവാസികൾ. നിലമ്പൂരിൽ കവളപ്പാറ പ്രദേശം മാത്രമല്ല ദുരന്തഭൂമിയായി മാറിയത്. തൊട്ടടുത്തുള്ള പാതാർ, ശാന്തിഗ്രാം തുടങ്ങിയ പ്രദേശങ്ങളും ആളപായമില്ലാത്ത വലിയൊരു ദുരന്തം നടന്ന പ്രദേശങ്ങളായിരുന്നു.